പ്രിയമുള്ളവരെ, ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മിക്കവരും കണ്ടിട്ടുണ്ടാകാം. ഈ മാതാവ് അറിയപ്പെടുന്നത് ഗ്വാഡലൂപ്പെ മാതാവെന്നാണ്. ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും അമ്മയായിട്ടാണ് ഈ മാതാവ് അറിയപ്പെടുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് ജൂവാൻ ഡിയാഗോ എന്ന യുവാവിന് മെക്സിക്കോയിലെ മലഞ്ചെരുവുകളിൽ ഒരു പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മ ഗർഭിണിയായ തദ്ദേശീയ യുവതിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതും പ്രസ്തുത സ്ഥലത്ത് ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടതും. ഗ്വാഡലൂപ്പെ മാതാവിനോടുള്ള ഭക്തിയുടെ തുടക്കമായിരുന്നു അത്. പക്ഷേ അന്നുവരെയുള്ളതോ പിൽക്കാലത്തുണ്ടായതോ ആയ മരിയൻ രൂപങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഗ്വാഡലൂപ്പെ മാതാവിൻ്റെ ചിത്രം. അമ്മയാകാൻ കാത്തിരിക്കുന്ന യുവതിയുടെ രൂപത്തിലായിരുന്നുവല്ലോ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്കെല്ലാം ഗ്വാഡലൂപ്പെ മാതാവിനോട് പ്രത്യേകമായ ഭക്തിയും വണക്കവുമുണ്ട്. മാതാവിൻ്റെ ഇത്തരത്തിലുള്ള സ്വയം പ്രഖ്യാപനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. ലോകം മുഴുവനുമുള്ള അമ്മമാരുടെ അമ്മയായി ഗ്വാഡലൂപ്പെ മാതാവ് മാറിയത് ഇപ്രകാരമാണ്. കൂടാതെ ഈ മാതാവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ ഗർഭസ്ഥ ശിശുക്കളുടെയും മാതാവും മധ്യസ്ഥയുമായിട്ട് ഈ അമ്മ അറിയപ്പെടുന്നു. അതിനു പിന്നിലും ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് അനുദിനവും അബോർഷൻ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ വ്യാപകമായിരുന്ന അബോർഷൻ്റെ മുന്നേറ്റത്തെ തടയുന്നതിനായി ദിവംഗതനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ ഗർഭസ്ഥ ശിശുക്കളുടെ ആത്മീയ ദത്തെടുക്കലിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നാം ആത്മീയമായി പ്രാർത്ഥനയിലൂടെ ദത്തെടുത്ത് ജീവൻ രക്ഷിക്കുന്ന കുഞ്ഞ് ഇപ്പോൾ ദൈവത്തിന് മാത്രം അറിയാവുന്നതും നമുക്ക് അജ്ഞാതവുമാണ്. നിത്യജീവിതത്തിൽ ഈ കുഞ്ഞിനോടൊപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കാനാകും. അതിനുവേണ്ടി ബിഷപ്പ് നമുക്ക് പറഞ്ഞു തന്നു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന 1 വർഷത്തേക്ക് നമ്മൾ മുടങ്ങാതെ ചൊല്ലണമെന്നാണ് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കാനായി പോയി. അവിടെ വെച്ചാണ് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയുന്നത്. അന്നു മുതൽ കുറേ നാളത്തേക്ക് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നീട് എപ്പോഴോ അത് എൻ്റെ ചൊല്ലലൊക്കെ നിർത്തി. പിന്നീട് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഓർത്തപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇനിയും വീണ്ടും എനിക്ക് ചൊല്ലി തുടങ്ങണമെന്ന് തോന്നി. ഒപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന്. കാരണം ഇതേക്കുറിച്ച് അറിയില്ലാത്ത ഒരുപാട് ആളുകൾ കാണുമെന്ന്. അബോർഷന് വിധേയമാകാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണിത്. ആ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട്, നമുക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് ആത്മീയമായിട്ട് നമുക്ക് ദത്തെടുക്കാം. അങ്ങനെ ദത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി അബോർഷൻ ചെയ്യാതെ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമെന്ന് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ വിശ്വസിക്കുന്നു. നമ്മളും അത് വിശ്വസിക്കുന്നു. വിശ്വസിച്ച് നമ്മളത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി തയ്യാറാക്കിയ ഈ പ്രാർത്ഥന നമുക്ക് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാരൊക്കെ ഇങ്ങനെ 1 വർഷം മുടങ്ങാതെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും. നമുക്കിന്ന് മുതൽ അബോർഷന് വേണ്ടി അബോർഷൻ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഇതാ ദത്തെടുത്തുകൊണ്ട് ആത്മീയമായി ദത്തെടുത്ത് ആ മക്കളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കറിയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലാം. നമുക്കിത് മുടങ്ങാതെ ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതിയെടുത്തിട്ട് മുടങ്ങാതെ നമുക്ക് 1 വർഷത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളൊപ്പം ഇത് അറിയത്തില്ല, ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയില്ലാത്ത ആളുകളിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കണം. പ്രാർത്ഥന. ഈശോ മറിയം യൗസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അബോർഷന് ഇരയാകാൻ സാധ്യതയുള്ള ആത്മീയമായി ഞാൻ ദത്തെടുത്ത ആ കുഞ്ഞിൻ്റെ ജീവനെ കാത്തുരക്ഷിക്കണമേ എന്ന്
നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കണ്ടോ, ചെറിയൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പഠിച്ച് നമുക്കെന്നും ഈ പ്രാർത്ഥന ചൊല്ലാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.